ഹായ് ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ട കൊണ്ട് ഒരു കിടുക്കാച്ച മോതിരാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണം, നമ്മൾ ഇതിന് മുമ്പ് ചിരട്ട കൊണ്ട് ഒരു കപ്പ് ഉണ്ടാക്കി വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരാൾ കമൻറ്റ് ചെയ്താണ്, ചിരട്ട കൊണ്ട് ഒരു മോതിരം കൂടി ഉണ്ടാക്കും ബ്രോ, കട്ട സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കമൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഗൈസ്, നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഇതുപോലൊരു കട്ടിയുള്ള ചിരട്ടയാണ്. ഇവിടെ ആയിട്ടൊരു പൊട്ടുമുണ്ട്. ഇനി നമുക്കൊരു മാർക്കർ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 16-ൻ്റെ ഫ്ലാറ്റ് വിറ്റാണ്. അതിട്ട് നമുക്കൊന്ന് പതിയെ തുളച്ച് കൊടുക്കാം. നമ്മൾ തുളച്ച കഷ്ണം പൊട്ടിപ്പോയി, അതുകൊണ്ട് നമ്മൾ വേറൊരു പീസ് എടുത്ത് ചെറിയ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മരത്തിൻ്റെ കട്ടയിൽ വെച്ചിട്ട് വീണ്ടും ആ ഫ്ലാറ്റ് വിറ്റ് കൊണ്ടൊന്ന് തുളച്ച് കൊടുക്കാം. അങ്ങനെ തുളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വിരൽ കൊള്ളുന്ന രീതിയിൽ നമുക്ക് ഈ ഹോള് വലുതാക്കാം. അപ്പോൾ ഒരു റൗണ്ട് ഫയൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഹോള് വലുതാക്കുകയാണ്. ഇതാ കണ്ടോ, നമ്മൾ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ഒരു മോതിരത്തിൻ്റെ ഡിസൈൻ നമുക്ക് വരയ്ക്കാം. അങ്ങനെ നമ്മൾ വരച്ചെടുത്ത ഈ ഒരു ഡിസൈനിൽ നമുക്കൊരു കട്ടർ ഉപയോഗിച്ച് പതിയെ പതിയെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ഉഷാറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത കഷ്ണത്തിൻ്റെ ഉൾഭാഗം ഇതാ കണ്ടോ, ഒരല്പം ഉള്ളിലേക്ക് താഴ്ന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ പുറം ഭാഗം ഒരു റാ ടൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് സാൻഡ് പേപ്പറിലിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ലെവലായി കിട്ടും. ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ട് സൈഡും സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല ഉഷാറാക്കി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ രണ്ട് കുഞ്ഞു കഷ്ണങ്ങൾ എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഈ ഒരു ഭാഗത്തും ഒന്ന് അപ്പുറത്തെ ഭാഗത്തും വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ സെറ്റാക്കി പിടിച്ച ശേഷം നമുക്ക് ഫ്ലഷ് കുക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ഉഷാറായി ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ലെവലാക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ആ വരച്ച് വെച്ച ആ ഡിസൈനിലേക്ക് നമുക്ക് കറക്റ്റാക്കിയിട്ട് ലെവലാക്കി എടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് പതിയെ പതിയെ അതിങ്ങനെ ലെവലാക്കി എടുക്കാം, റൗണ്ട് ഷേപ്പിലാക്കാം. അങ്ങനെ നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒട്ടിച്ച് വെച്ച ആ ഒരു ഭാഗം, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്ന ഈ ഒരു ഭാഗം നമുക്ക് റൗണ്ടാക്കി എടുക്കാം. ഗൈസ്, നമുക്ക് കട്ടർ കൊണ്ട് പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് നമുക്ക് അത് ആ ഒരു മോതിരത്തിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ശ്രദ്ധാപൂർവം ചെയ്യുക, കൈ പാളിയ പണി പാളും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാം. ഗൈസ്, അങ്ങനെ നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരു മോതിരത്തിൻ്റെ ഷേപ്പിലേക്കാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളെ മോതിരത്തിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിട്ട ഭാഗത്ത് നമുക്കൊരു കുഴി ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഈ ഒരു കല്ല് അവിടെ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രില്ലിൻ്റെ വലിയ ബിറ്റ് ഉപയോഗിച്ചിട്ട് ആ കല്ല് വെക്കാനുള്ള കുഴി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലഷ് കുക്ക് പശ ഒരല്പം ആ കുഴിയിലേക്ക് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ച കല്ല് അവിടെ വെച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് ഒട്ടി നിന്നോളും. ഗൈസ്, അങ്ങനെ നമ്മളെ ചിരട്ട മോതിരത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് അത് ഒന്നും കൂടെ ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. ഗൈസ്, അങ്ങനെ നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ആ കല്ലിൻ്റെ ഒരു വെട്ടം കണ്ടില്ലേ. ഇനി നമുക്കിതൊരല്പം വാർണിഷ് അടിച്ച് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ വാർണിഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അടിച്ചു കൊടുക്കാം. കുറച്ച് വാർണിഷും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാർണിഷ് അടിച്ച് ഉഷാറാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വാർണിഷൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കിടുക്കാച്ചി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറമാൻ മിഥു മിഥിലാജിനൊപ്പം ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.